ആഘോഷിക്കുന്നത് സത്യത്തില് നമ്മൾ ദൈവത്തെ കാണിക്കുകയല്ല, മനുഷ്യനെ കാണിക്കുകയാണ്. സത്യം പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തെ കാണിക്കാനല്ല നമ്മൾ ഈ കാണിക്കുന്നതൊന്നും. ഇതെല്ലാം മനുഷ്യനെ കാണിക്കാനാണ്, അയൽവക്കക്കാരെ കാണിക്കാൻ, അല്ലെങ്കിൽ അയൽവക്കത്തുള്ള സഭയോ സമുദായത്തെയോ പള്ളിയോ ഒക്കെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അറിഞ്ഞോ അറിയാതെ നമുക്കൊരു കോംപ്ലക്സ് ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കോംപ്ലക്സ് മാത്രമല്ല, ഒരല്പം ദുരഭിമാനം കൂടി ചേർന്നിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ നസ്രാണി രീതി തിളച്ചുകൊണ്ടിരിക്കുന്നത്. ആമോസിന്റെ പുസ്തകത്തിൽ നിന്നാണ്. നീതിയുടെ പ്രവാചകനായ ആമോസ് താൻ ജീവിച്ചിരുന്ന കാലത്തെ അധാർമികതയ്ക്കെതിരെ ശക്തിയുക്തം ശബ്ദമുയർത്തി. നിർദ്ദയം നിർദാക്ഷിണ്യം അദ്ദേഹത്തിന്റെ വചനങ്ങൾ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനിടയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് അത്രയൊന്നും ദയാദാക്ഷിണ്യമുള്ള വാക്കുകളല്ല. അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്ക് ധനവാന്മാരുടെ ധാരാളിത്തത്തെ സൂചിപ്പിക്കാൻ ആമോസ് പ്രവാചകൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കിവിടെ മാറിവാനിയോസ് കടമെടുക്കുന്നത്. ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലിന്മേൽ ചാരിക്കിടക്കുന്നവരെ. ആനക്കൊമ്പ് അതൊരു പ്രതാപത്തിന്റെ, ജീവനത്തിന്റെ പ്രതാപത്തിന്റെ അടയാളമാണ്. നമ്മള് മനു എസ് പിള്ളയുടെ ഒരു പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ അതല്ല, ഐവറി ത്രോൺ. തിരുവിതാംകൂർ രാജവംശത്തിന്റെ അറിയപ്പെടാത്ത രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ആ ചരിത്ര പുസ്തകത്തിന് അയാളിട്ടിരിക്കുന്ന ടൈറ്റിൽ ദന്തസിംഹാസനം, ഐവറി ത്രോൺ എന്നാണ്. ഇപ്പോഴും ആനക്കൊമ്പ് സ്വന്തമാക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ ചിലതൊക്കെ കേട്ടിട്ടുണ്ട്. ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലിൽ മേൽ ചാരിക്കിടക്കുന്നവരെ എന്ന നീതിയുടെ പ്രവാചകനായ ആമോസിന്റെ വചനം ഉദ്ധരിച്ച ശേഷം തന്റെ ശ്രോതാക്കളായ ക്രിസ്ത്യാനികളോട് ആ സഭാപിതാവ് പറയുന്ന ഒരു വാക്ക്, ഇങ്ങനെ ധനത്തിന്റെയോ സമ്പത്തിന്റെയോ ബന്ധുബലത്തിന്റെയോ ആരോഗ്യത്തിന്റെയോ സൗന്ദര്യത്തിന്റെയോ ഭൗമികമായ എന്തിന്റെയെങ്കിലും ധാരാളിത്തത്തിൽ മയങ്ങുന്നവരെ, ഇതല്ലാതെ രണ്ട് കിടപ്പുണ്ട് വേദപുസ്തകത്തിൽ. ഒരു വിശ്വാസിക്ക് കരണീയമായ, ഒരു വിശ്വാസിക്ക് അഭികാമ്യമായ രണ്ട് കിടക്കകളെ വേദപുസ്തകത്തിൽ അദ്ദേഹം പരിചയപ്പെടുന്നു. ഒന്ന് ഒരു മഹാരാജാവിന്റെ കിടക്കയാണ്. മഹാനായ രാജാവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ദാവീദാണ്. 6-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവിന്റെ കിടക്കയെ കുറിച്ച് പറയുന്നുണ്ട്. That was not adorned with silver and gold, but with tears and confession. സ്വർണവും വെള്ളിയും കൊണ്ട് അലങ്കരിക്കപ്പെട്ട കിടക്കയല്ല, കണ്ണുനീരിന്റെയും അനുതാപത്തിന്റെയും കിടപ്പാണ്. നമ്മുടെ സഭാപാരമ്പര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും, വൈകിട്ട് കിടക്കാൻ നേരം പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, അത് പലയാവർത്തി അച്ഛന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആക്സിഡന്റ് അല്ല, ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന്. അനുതാപത്തിന് സമയം കിട്ടാതെ ദൈവമേ ഞാൻ മരിച്ചു പോകരുതേ, എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കും. പ്രഭാതത്തിൽ നിന്നെ സ്തോത്രം ചെയ്യുന്നതും ഉന്നതമായ തിരുനാമത്തിന് സ്തുതി പാടുന്നതും ഇങ്ങനെ പ്രാർത്ഥിച്ചവനെ പറയും, കർത്താവേ, ഒരുക്കത്തോടെ ഞാൻ നിനക്ക് കാണപ്പെടുമാറാകണമേ. ഇതൊരു നിതാന്തമായ അധ്യാത്മ ജാഗ്രതയുടെ ലക്ഷണമാണ്. സത്യാനുതാപത്തിന്റെ ഒരു ഹൃദയം നിറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന വാക്യത്തിന്റെ കൃത്യമായ ജീവിതാനുഭവം, എപ്പോഴും പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം അനുഭവിക്കത്തക്ക രീതിയിൽ ഹൃദയത്തിൽ ഒരു അനുതാപ വികാരം, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന പൗരസ്ത്യ സഭയുടെ ആ അനുസ്യൂത അവിരാമ പ്രാർത്ഥന പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ട് തന്റെ ഹൃദയവിചാരങ്ങളെ നിരന്തരം ദൈവസന്നിധിയിൽ ദൈവ സാന്നിധ്യബോധത്തോടെ അനുതാപത്തിന്റെ ജാഗ്രതയോടുകൂടി നിലനിർത്താനാവുക എന്നുള്ളതാണ് ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനിക്ക് കരണീയമായിട്ടുള്ളത്. അല്ലാതെ ഐഹികമായ ഭൗമികമായ പലതിലും മയങ്ങുക എന്നുള്ളതല്ല എന്ന് അടിവരയിട്ട് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കും. രണ്ടാമത് അദ്ദേഹം ഒരു കിടപ്പിനെ കുറിച്ച് പറയുന്നത് ഗോത്രപിതാവായ യാക്കോബിന്റെ കിടപ്പാണ്. അദ്ദേഹം ഒരു കല്ല് തലയണയാക്കി വെച്ചിട്ടാണ് കിടക്കുന്നത്. ആ കല്ല് തലയണയാക്കി വെച്ചുള്ള അയാളുടെ കിടപ്പിലാണ്
അയാൾ സ്വർഗത്തോളം ഉയരുന്ന ഒരു ദർശനം, ഒരു ഗോവണി കാണുന്നത്. മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. അതൊരു ദർശനത്തിന്റെ കിടപ്പാണ്. നമ്മൾ പലപ്പോഴും ഇന്ന് ജീവിതത്തിന്റെ ദാർശനികമാനം അത് സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. വെറും കാഴ്ചകളിൽ മാത്രം ജീവിച്ചു തീരുന്ന ഈയാം പാട്ടുകളാണ്. സിനിമാറ്റിക് ഡാൻസിന്റെ DJ മ്യൂസിക്കിൽ അതിന്റെ വെളിച്ചത്തിൽ ഈയാം പാട്ടുകളെ പോലെ നമ്മുടെ യൗവന വീര്യങ്ങൾ നമ്മുടെ പള്ളിപ്പറമ്പുകളിൽ എരിഞ്ഞു തീരുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റം നമുക്ക് തന്നെയാണ്. എവിടെയാണ് നമ്മുടെ യൗവനക്കാരുടെ ആത്മവീര്യം? എവിടെയാണ് നമ്മുടെ യൗവനക്കാരുടെ പ്രതിരോധത്തിനുള്ള ശക്തി? എവിടെയാണ് നമ്മുടെ യൗവനക്കാരുടെ ചെറുത്തുനിൽപ്പിനുള്ള ആർജവം? നാം തിരിച്ചറിയണം, മനുഷ്യൻ എത്രയോ ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ്.